ഒരു ഇടവേളയ്ക്ക് ശേഷം സംസ്ഥാനത്ത് ഇന്നു മുതൽ ഡ്രൈവിംഗ് ടെസ്റ്റുകൾ പൂർണ്ണമായും പുനരാരംഭിക്കും. ഡ്രൈവിംഗ് സ്കൂൾ സംഘടനകളുമായി ഇന്നലെ ഗതാഗത മന്ത്രി കെ.ബി. ഗണേഷ് കുമാർ നടത്തിയ ചർച്ച ഫലപ്രദമായി. അതോടെ അവർ സമരം പിൻവലിച്ചു. ശുഭകരമായി ഇന്നു മുതൽ ഡ്രൈവിംഗ് ടെസ്റ്റുകൾ ആരംഭിക്കുന്നു. എം.ജെ. പ്രതീഷ് ബാക്കി വിവരങ്ങളുമായി ചേരുന്നു. ഗുഡ് മോർണിംഗ് പ്രതീഷ്, പറയൂ. ഗുഡ് മോർണിംഗ് SKN. ഈ മാസം 2 മുതലാണ് ഡ്രൈവിംഗ് ടെസ്റ്റ് ബഹിഷ്കരിച്ചുകൊണ്ട് വലിയ പ്രതിഷേധം സംസ്ഥാന വ്യാപകമായി നടന്നത്. ഇതിന് പിന്നാലെ ഇന്നലെയാണ് ഗതാഗത മന്ത്രി സംയുക്ത സമരസമിതിയെ ചർച്ചയ്ക്ക് വിളിക്കുന്നതും ഈ ചർച്ചയിൽ സമരം ഒത്തുതീർപ്പാകുന്നതും. അതുകൊണ്ട് തന്നെ ഇന്ന് രാവിലെയോടുകൂടി തന്നെ സംസ്ഥാനത്ത് ഡ്രൈവിംഗ് ടെസ്റ്റ് പുനരാരംഭിക്കും. നിരവധി അപേക്ഷകളാണ് ഇപ്പോൾ കാത്തുകിടക്കുന്നത്. അതുകൊണ്ട് തന്നെ എത്രയും വേഗം ഈ ഡ്രൈവിംഗ് ടെസ്റ്റ് നടത്താനാണ് സർക്കാർ തീരുമാനിച്ചിരിക്കുന്നത്. വലിയ പ്രതിഷേധം കണ്ട ഒരു ദിവസങ്ങൾ കൂടിയായിരുന്നു. ഇതിന് പിന്നാലെ ഈ സംയുക്ത സമരസമിതിയും സംഘടനകളും മുന്നോട്ട് വച്ച ആവശ്യങ്ങൾ അനുഭാവപൂർവ്വം പരിഗണിക്കാമെന്ന് ഗതാഗത മന്ത്രി കെ.ബി. ഗണേഷ് കുമാർ ഉറപ്പ് നൽകി. നേരത്തെ ഒരു സർക്കുലർ ഗതാഗത വകുപ്പ് ഇറക്കിയിരുന്നു. ഇതാണ് വലിയ പ്രതിഷേധങ്ങൾക്ക് ഇടയായത്. പക്ഷേ നിലവിൽ ഈ സർക്കുലർ പിൻവലിക്കാൻ ഗതാഗത വകുപ്പ് തയ്യാറായിട്ടില്ല. ഈ സർക്കുലറിൽ നിഷ്കർഷിച്ചിട്ടുള്ള ചില നിബന്ധനകളിൽ ഇളവ് വരുത്താനാണ് ഇപ്പോൾ സർക്കാർ തീരുമാനിച്ചിരിക്കുന്നത്. ഈ 40 ടെസ്റ്റുകളായി പരിമിതപ്പെടുത്തിയിരുന്നു ഒരു ദിവസം. ഇതിലും ചില ഇളവുകൾ വരുത്തിയിട്ടുണ്ട്. ഒരു മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർ ഉള്ള സ്ഥലത്ത് 40 ടെസ്റ്റും ഒന്നിൽ കൂടുതൽ ഉദ്യോഗസ്ഥരുള്ള സ്ഥലത്ത് 80 ടെസ്റ്റും നടത്താമെന്നതാണ് നിലവിൽ പറഞ്ഞിരിക്കുന്ന കാര്യം. മാത്രമല്ല, ആദ്യഘട്ടത്തിൽ റോഡ് ടെസ്റ്റ് നടത്തിയ ശേഷമായിരുന്നു എച്ച് എടുക്കാൻ നിർദ്ദേശിച്ചിരുന്നത്. പക്ഷേ ഇനി മുതൽ എച്ച് എടുത്തതിന് ശേഷമായിരിക്കും റോഡ് ടെസ്റ്റ് നടത്തുന്നത്. 15 വർഷം പഴക്കമുള്ള വാഹനങ്ങൾ ഉപയോഗിക്കരുതെന്നൊരു കർശന വ്യവസ്ഥ മുന്നോട്ട് വച്ചിരുന്നു. ഇതിലും സർക്കാർ ഒരു ഇളവ് നൽകിയിട്ടുണ്ട്. 18 വർഷം വരെ ഇത് നീട്ടി നൽകിയെന്നതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. മറ്റൊന്ന്, ഈ ഡാഷ്ബോർഡിൽ ക്യാമറ സ്ഥാപിക്കണമെന്നൊരു നിർദ്ദേശമുണ്ടായിരുന്നു. ഇത് കൃത്യമായി പാലിക്കണമെന്ന് സർക്കാർ പറയുന്നുണ്ട്. ഒപ്പം ഈ ഡ്രൈവിംഗ് സ്കൂളുകളിലെ ഫീസ് ഏകീകരിക്കുന്നതിനായി ഒരു കമ്മീഷനെ വയ്ക്കാനും സർക്കാർ തീരുമാനിച്ചിട്ടുണ്ട്. ഈ വരുത്തിയ ഇളവുകളിലൊക്കെ തന്നെ ഒരു അനുകൂല നിലപാട് സംഘടനകൾ സ്വീകരിച്ചതോടുകൂടിയാണ് സമരം അവസാനിച്ചിരിക്കുന്നത്. ഏകദേശം 2.25 ലക്ഷത്തോളം അപേക്ഷകളാണ് ഇനി പരിഗണിക്കാനുള്ളത്. അതുകൊണ്ട് തന്നെ ഈ ദിവസങ്ങളിലെല്ലാം മുടങ്ങിയ അപേക്ഷകൾ വളരെ വേഗം പരിഗണിക്കണമെന്നൊരു നിർദ്ദേശം മന്ത്രി നൽകിയിട്ടുണ്ട്. രാവിലെ 8:30 തന്നെ ഡ്രൈവിംഗ് ടെസ്റ്റ് സംസ്ഥാന വ്യാപകമായി പുനരാരംഭിക്കും എന്നതാണ് നമുക്ക് ഈ ഘട്ടത്തിൽ മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യം. ഓക്കെ, താങ്ക് യു എം.ജെ. പ്രതീഷ്. എന്നാലും ടെസ്റ്റുകളൊക്കെ നടക്കട്ടെ. ഒരുപാട് ടെസ്റ്റുകൾ പെൻഡിങ് ആണെന്നാണ് പറയുന്നത്. എന്നാലും വണ്ടിക്കകത്ത് ക്യാമറ വയ്ക്കാനുമൊക്കെ മന്ത്രി തീരുമാനിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ടെസ്റ്റൊക്കെ വളരെ നേരെ നടക്കും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതേസമയം അത് കാരണം ഈ അപേക്ഷകർ വലയാനും പാടില്ല.